എൻ്റെ പേര് എബിൻ. ഞാനൊരു കപ്പൂച്ചിൻ വൈദികനാണ്. ഞാനിപ്പോൾ ഷില്ലോങ് ആർച്ച് ഡയസിസിലെ ബെർണിഹട്ട് എന്ന് പറഞ്ഞ പാരീഷിൽ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഇത് എൻ്റെ കൂടെയുള്ള കമ്മ്യൂണിറ്റി മെമ്പറായ അച്ഛൻ കെമൻലാങ്. അച്ഛൻ ബെർണിഹാട്ട് ഇടവക്കാരൻ തന്നെയാണ്. ഖാസി ട്രൈബ് ബിലോങ് ആയ അംഗമാണ്. ഇത് ആർക്കി SMMI കോൺഗ്രിഗേഷനിൽ കാൻഡിഡേറ്റ് പഠിക്കുകയാണ്. ഇത് സിസ്റ്റർ ക്ലാരിൻ SMMI കോൺഗ്രിഗേഷനിലെ ഒരു സിസ്റ്ററാണ്. അപ്പോൾ ഞങ്ങൾ 4 പേരും ഇന്ന് ഒരു വില്ലേജിലേക്ക്, ലാങ്മായി എന്ന് പറയുന്ന ഒരു ചെറിയ വില്ലേജ്, കാരണം ഞങ്ങളാരും ഇതുവരെ അവിടെ പോയിട്ടില്ല, അപ്പോൾ ആദ്യമായിട്ട് അങ്ങോട്ട് പോവുകയാണ്. വെറും 3-4 കുടുംബങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ആദ്യമായിട്ട് ആ വില്ലേജിലേക്ക് പോവുകയാണ്. അവിടെ കുർബാനയും മറ്റു കാര്യങ്ങൾ ആളുകളെ പരിചയപ്പെടാനായിട്ടും. കുറച്ച് ദൂരെയാണ്, വഴി കുറച്ച് ദുർഘടം പിടിച്ചതാണ്, കുറച്ച് ബുദ്ധിമുട്ടേറിയതാണ്. മെയിൻ റോഡിൽ നിന്നും നല്ല ഓഫ് റോഡ് ഡ്രൈവ് കുറേ പോകാനുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ആ വില്ലേജിൽ പോയി കുർബാന അർപ്പിച്ച ആളുകളെയൊക്കെ പരിചയപ്പെടാനായിട്ട് ഇന്ന് പോവുകയാണ്. ഞങ്ങൾ ബെർണിഹട്ട് എന്ന് പറഞ്ഞ പാരീഷിൽ നിന്ന് ലാങ്മൈ എന്ന് പറഞ്ഞ വില്ലേജിലേക്ക് ഒരു കുർബാന ചെല്ലാനായിട്ട് വന്നിരിക്കുകയാണ്. ഏകദേശം ഒരു 10-30 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടുണ്ട്. നല്ല ഓഫ് റോഡ്, ഒരു നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് തന്നെ ഒരു 5-6 കിലോമീറ്റർ കുന്നും വഴിയും വളരെ മോശമാണ്. 2-3 ഫാമിലീസ് ഇവിടെയുള്ളൂ. ഇപ്പോൾ വർഷത്തിൽ 2-3 പ്രാവശ്യമൊക്കെ നമുക്ക് വരാൻ പറ്റുള്ളൂ. ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. ഞാൻ ഈ പാരീഷിൽ 1.5 വർഷമായിട്ടുള്ളൂ. പക്ഷേ ആ വർഷത്തിനിടയ്ക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഈ വില്ലേജിൽ വരുന്നത്. ദുർഘടം പിടിച്ച വഴിയാണ്. പക്ഷെ എന്നാലും ഈ ആൾക്കാർ കുർബാന ആവശ്യപ്പെടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് വന്ന് കുർബാന ചൊല്ലി കൊടുക്കാനായിട്ട്. കാരണം ഇവരെല്ലാം ഇന്നിവിടെ ഒത്തുചേരുന്നുണ്ട്. വെറും 2-3 ഫാമിലീസേ ഉള്ളൂ. പക്ഷെ അവരെല്ലാം ഒരുമിച്ച് അവരുടെ ആഗ്രഹപ്രകാരം ഞങ്ങളിവിടെ കുർബാന ചെല്ലാനായിട്ട് വന്നിരിക്കുകയാണ്. Ganti kamar ka pharching karpang ka khukadok ya kan balang shnong ai bagi jing ku krahai chim kan hiar ha kan ka balang shnong ta ka singon ai kan ka masto ki nang roi ha ka jingai be trai kan ran ngi pan yak bo kre su trai chungi amen.
കുത്തനെയുള്ള കയറ്റമാണ്, കയറുമെന്ന് പോലും പേടിച്ചു പോയായിരുന്നു. ഇടയ്ക്ക് 1-2 പ്രാവശ്യം പുറകോട്ട് വണ്ടി ഇറങ്ങിപ്പോയായിരുന്നു. പക്ഷേ എങ്ങനെയോ ഞങ്ങളിവിടെ വരണമെന്ന് തമ്പുരാൻ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് അച്ഛൻ 5 വർഷം ഇവിടെ ആയിട്ടുണ്ട്, പക്ഷേ അച്ഛൻ ഇവിടെ ഇതുവരെ എത്താനായിട്ട് പറ്റിയില്ലായിരുന്നു. ഇവിടെ വന്നിരിക്കുകയാണ്. വീടൊക്കെ ഇങ്ങനെയാണ്, വളരെ പാവപ്പെട്ട ആൾക്കാർ താമസിക്കുന്നത്. നിങ്ങൾ കണ്ടല്ലോ, ഇത്രയും ദൂരമുണ്ടോ പുറത്തേക്ക് പോകാനായിട്ട്. അപ്പോൾ ഇവർ സാധനം മേടിക്കാനൊക്കെ പോകാനായിട്ടാണല്ലോ ഭയങ്കര ബുദ്ധിമുട്ടാണ്, സാധനങ്ങൾ കിട്ടാനായിട്ട്. പിന്നെ ആകെയുള്ള ഉപജീവന മാർഗം എന്നൊക്കെ പറയുന്നത് കുറച്ച് കവുങ്ങുകളുണ്ട്, പിന്നെ അവർ പന്നികളെ വളർത്തുന്നുണ്ട്, അല്ലെങ്കിൽ പിന്നെ കൊച്ചു ഇങ്ങനെയുള്ള ജീവികളെ വളർത്തുന്നുണ്ട്. അല്ലാതെ വലിയ വരുമാന മാർഗ്ഗങ്ങളൊന്നും ഇവർക്കില്ല. പക്ഷേ ഇവർ അവരുടെ ട്രൈബ്, ഇത് ഖാസി ട്രൈബാണ് മെയിനായിട്ട് ഉള്ളത്. പക്ഷേ ഇവർക്ക് ഖാസിയും ഗാരോയും അറിയാം. അപ്പോൾ ഇവരിങ്ങനെ അതേ പരിപാലനയിൽ ആശ്രയിച്ച്, പിന്നെ ഞങ്ങളിവിടെ വരണമെന്നും കുർബാന അർപ്പിക്കണമെന്നും ഒക്കെ അവർക്ക് ഭയങ്കരമായിട്ട് തീക്ഷ്ണമായ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ മുമ്പേ കണ്ടു കാണും ഒരു കൊച്ചിനെ. അപ്പോൾ അവളിങ്ങനെ ഞങ്ങളെ നിരന്തരമായിട്ട് ഇങ്ങനെ വിളിക്കായിരുന്നു, ഒരു കുർബാന ചെല്ലാൻ വായോ. അപ്പം തീർച്ചയായിട്ടും ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞങ്ങൾക്ക് വരാതിരിക്കാൻ പറ്റുമായിരുന്നില്ല. അതുകൊണ്ട് ഇവിടെ ഞങ്ങൾ വന്നിരിക്കുകയാണ്, കുർബാന ചെല്ലാനായിട്ട് പോവുകയാണ്. ഒത്തിരി സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ഇന്നിവിടെ വരാൻ. വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു വില്ലേജ്, ഒത്തിരി ആളുകളൊന്നുമില്ല, ഒരു 3-4 വീട്ടുകാരൊക്കെ ഉള്ളൂ ഇവിടെ കാത്തലിക്സ് ആയിട്ട്. പക്ഷേ എന്തോ അവരുടെ ആഗ്രഹം, അവർക്കൊരു കുർബാന കിട്ടുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചുള്ള വലിയൊരു ആഗ്രഹമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു 2 വർഷത്തിനുള്ളിൽ ഈ പള്ളിയിൽ ഞങ്ങൾ ബലി അർപ്പിച്ചിട്ടില്ല. അപ്പോൾ അവർ വല്ലപ്പോഴും നമ്മുടെ പാരീഷിൽ വരുമെന്നല്ലാതെ ഇവിടെ കുർബാന ചെല്ലിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ കുർബാന അർപ്പിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിനെ തുടർന്ന് ബാക്കി വിശേഷങ്ങൾ കുർബാനയ്ക്ക് ശേഷം പറയാം. Haga ketemu pa baru pun baru mensim bakoi. Hanya itu mutrai dengan Yesus Kristus. Kerjanya jangan boleh. Dalam kerjanya selak dengan mensim bakoi dan berborong kapati. Enggak tertiru. Dan kebuang kebekrau. Hanya kepete lepas syai. Dan kebuang juga. Berulang kata dan kesun kebaca. Lakulan kebabelan bekrau. Lakulan. Ula syim miau kupu. Pada kaba ai nguk yame. Ula kedia ayu. Ula ai halag senram uam. Tuo syim batobam nakane pibarok. Namar kani galong kamet jangan. Ya kaba NIT. Na kabentai jongti. Tuo syim batodi nakane pibarok. Namar kani galong kakuri juga senam jangan. Jong kajutang batmai batbam cukun. Ya kaban penmi nakabenta jong pi. Banakabenta ki babun. Ya kaban map dikipom. Tole ya kane ban kan mau yang a. Da'u lembatu bada'u. Kan long hame ubleyuk pabadan bor. Hakajinya long kawai jong men sembakoy. Waro kaburam lat kajing yaro. Junom la junom. Amen. Mutrai dengan perintah nanti. Mulai badan bor borok nuker kuya pi. Ukpa badukon badu mensim bakoi. Amen. Kilitsuk kamas kalawai. Nismiu Yahweh. കുർബാന കഴിഞ്ഞു ഇപ്പോൾ 3 വീടുകളാണുള്ളത്. അപ്പോൾ അത് വെഞ്ചരിക്കണം. ഞങ്ങൾ കഴിഞ്ഞ നമ്മുടെ ഈസ്റ്ററിൻ്റെ സമയത്ത് വെഞ്ചരിക്കാനായിട്ട് ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ വെഞ്ചരിക്കുകയാണ്. ഞങ്ങൾ വന്നപ്പോൾ തന്നെ അവർ ഞങ്ങൾക്ക് ചായയൊക്കെ തന്ന് ഭയങ്കര സ്നേഹമുണ്ട് ഇവിടുത്തെ ആൾക്കാർക്ക്. നമ്മളെ ഒത്തിരി അവരുടെ കുടുംബത്തിലെ ആളുകളെ പോലെ തന്നെയാണ് കാണുന്നത്. ഇനിയിപ്പോൾ അവർ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷണം വരെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ 3 വീടുകളേ ഉള്ളൂ. പക്ഷേ അവർ അത്രമാത്രം
സ്നേഹത്തോടെ കരുതി നമ്മൾ വരുന്നതും കാത്തിരുന്ന് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഒരുക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇനി 3 വീടുകൾ വെഞ്ചരിക്കാനായിട്ട് പോവുകയാണ്. ഞങ്ങൾ ഓരോ വില്ലേജ് വരുമ്പോൾ നമ്മൾ അവിടുത്തെ സ്പിരിച്വലായുള്ള കാര്യങ്ങൾ മാത്രമല്ല, മറിച്ച് അതോടൊപ്പം തന്നെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, ബാക്കി മെറ്റീരിയലായിട്ടുള്ള കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. പ്രത്യേകിച്ച് അച്ഛൻ ഇവിടുത്തെ ലോക്കൽ ആളായതുകൊണ്ട് ഭാഷ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നത് കൊണ്ടും പ്രാർത്ഥനയുടെ കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ അച്ഛൻ നല്ലൊരു മ്യൂസീഷ്യൻ കൂടിയാണ്. കുറേ പാട്ടുകൾ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലാണെങ്കിലും കുട്ടികളെ പഠിപ്പിക്കുന്ന രീതിയിലാണെങ്കിലും കുറേ അധികം കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇനി അച്ഛൻ്റെ വിശേഷങ്ങൾ അല്ലെങ്കിൽ അച്ഛൻ നമ്മളുമായിട്ട് മിഷൻ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും. Amen. Hakakating upa, utukun, budumin sim bakuit. Amen. So, our mission is that we go to villages and we have mass, and the villages are far and we have to climb hills, and like this we mingle with the people, we spend time with the people. So our people here, they are not close to the parish, and the villages are very far from the parish, so they don't get regular priests. Therefore we comes twice in a year or once in a year, because we have so many villages in a parish. So for us to cover up the whole parish is not possible, and we enjoy mingling with people, also teaching faith people. We talk with people after the mass or before the mass. We teach them about the faith, and our people are so simple that they listen to us, and they are very happy to welcome us, very happy to talk with us. Our mission is so beautiful, I feel, and then it creates joy in us, and we are feeling that by mingling with people we are received the grace from God. Oh Jesus, Nagnara song, Nagnara song, Nagnara song. Oh Jesus, Nagnara song. Oh Jesus, Nambega pa. Oh Jesus, Nambega pa. Oh Jesus, Nambega pa. Oh Jesus, Nambega pa. Nagnara song, Nagnara song. Oh Jesus, Nagnara song. Nagnara song, Nagnara song. Oh Jesus, Nagnara song. ഇവിടെയുള്ള ആളുകളൊക്കെ സാധാരണക്കാരാണ്. അവർ കൃഷി ചെയ്ത് ജീവിക്കുന്നവരാണ്. അപ്പോൾ പകൽ സമയങ്ങളിൽ അവർ ജോലിക്ക് പോകുന്നു. നിങ്ങൾ കാണുന്നുണ്ട് ഇവിടെ ഇവർ ജോലി ചെയ്യുകയാണ്. നമ്മുടെ ആൾക്കാരാണ്. നമ്മുടെ ഇവിടെ അടുത്തുള്ള ദേഹാൽ എന്ന് പറയുന്ന വില്ലേജിലെ ആളുകൾ തന്നെയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർ കൃഷിപ്പണി ആശ്രയിച്ച് ജീവിക്കുന്നവർ തന്നെയാണ്. അപ്പോൾ നമ്മൾ വില്ലേജിലൊക്കെ പോയിട്ട് നമ്മളിങ്ങനെ വരുമ്പോൾ നമ്മളവരെ കാണാനായിട്ട് അങ്ങനെ പോകാറുണ്ട്. അതോടൊപ്പം അവരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്, അവരോട് നിൽക്കാറുണ്ട്. പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഇവർ പ്രാർത്ഥിച്ചാണ് എല്ലാം ചെയ്യുന്നത്. അതിനൊക്കെ ശേഷം ജനുവരി മാസങ്ങളിൽ ഈ കൊയ്ത്തിന് ശേഷം ഫസ്റ്റ് ഫ്രൂട്ട് മാസം എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അതായത് അവരുടെ ആദ്യമായിട്ട് കിട്ടുന്ന ഫലം, ഓരോ വർഷത്തെയും കൊയ്ത്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഫലം അവർ ഓരോ കുർബാനയിൽ വരുമ്പോൾ, ഓരോ വില്ലേജിൽ ഞങ്ങൾ പോയിട്ട് ചെല്ലുമ്പോൾ അവർ കുർബാനയ്ക്ക് അവർക്ക് കിട്ടിയ അരി, നെല്ല് ഞങ്ങൾക്ക് കൊണ്ടുത്തരികയാണ്. അപ്പോൾ അത്രമാത്രം അവരെ ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അവർക്ക് കിട്ടുന്നതിൻ്റെ ഒരു പങ്ക് ദൈവത്തിന് കൊടുക്കണം, പള്ളിക്ക് കൊടുക്കണം എന്നുള്ള വലിയ ഒരു വിശ്വാസം അവർക്കുണ്ട്. അപ്പോൾ ഈ ആളുകൾ നമ്മളെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നതിൻ്റെ വലിയൊരു തെളിവാണിത്.
ഞാൻ സെമിനാരിയിൽ ചേർന്നപ്പോൾ മുതൽ എനിക്ക് മിഷണറി ആകണമെന്ന് തന്നെ വലിയ ആഗ്രഹമായിരുന്നു. ആ ഒരു ലക്ഷ്യത്തോടെ തന്നെയാണ് ഞാൻ കപ്പുച്ചിൻ സഭയിൽ ചേർന്നത്. കാരണം ഞങ്ങളുടെ സഭ തുടങ്ങിയത് അസീസിയിലെ ഫ്രാൻസിസാണ്. അപ്പോൾ ഫ്രാൻസിസ് തൻ്റെ സഹോദരന്മാരെ ആദ്യമായിട്ടാണ് ആദ്യത്തെ മിഷണറി സന്യാസ സഭ എന്ന് പറയുന്നത് തന്നെ ഫ്രാൻസിസ്കൻ സഭയാണ്. അപ്പോൾ ഫ്രാൻസിസാണ് ആദ്യമായിട്ട് സഹോദരന്മാരെ മറ്റ് സ്ഥലങ്ങളിലേക്ക് മിഷൻ പ്രവർത്തനത്തിനായിട്ട് അയക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ചൈതന്യം ഉൾക്കൊണ്ട് എനിക്കും മിഷണറി ആകാനായിട്ടാണ് താല്പര്യം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വർഷങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ 2010 സെമിനാരിയിൽ ചേർന്നത്. 2015 സഭാവസ്ത്രം സ്വീകരിച്ചു. 2022 ഒരു പുരോഹിതനായി. അതിനുശേഷം 2023 ജൂൺ മാസത്തിലാണ് ഞാൻ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലേക്ക് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പുരോഹിതനായതിനു ശേഷം ഞാൻ എൻ്റെ ആഗ്രഹം, എനിക്ക് മിഷന് പോകണം എന്നുള്ള എൻ്റെ ആഗ്രഹം എൻ്റെ അധികാരികളെ, എൻ്റെ സഭാധികാരികളെ അറിയിച്ചപ്പോൾ അവർ വളരെ സന്തോഷത്തോടെ അതിന് അനുമതി നൽകി. അതുകൊണ്ട് ഇപ്പോൾ ഞാനിവിടെ 1.5 വർഷക്കാലമായിട്ട് ഞാനിവിടെ സേവനം ചെയ്യുകയാണ്. തീർച്ചയായിട്ടും വളരെ ആഗ്രഹിച്ച രീതിയിൽ തീർച്ചയായിട്ടും ആളുകൾക്കിടയിൽ ഇറങ്ങി ചെല്ലാനായിട്ട്, ഒത്തിരി സാറ്റിസ്ഫാക്ഷനോടുകൂടി തന്നെ ജോലി ചെയ്യാനായിട്ട്. നമുക്കറിയാം, ഇവിടെ കുർബാന ഞങ്ങൾക്ക് 2300ഓളം വീട്ടുകാരാണ് ഈ ഇടവകയിലുള്ളത്. 65ഓളം വില്ലേജുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ നമ്മുടെ ഇടവകകൾ വെച്ച് നോക്കുമ്പോൾ നമ്മൾ കുരിശുപള്ളികളെന്ന് പറയാറുള്ളത് പോലെ ഒരു 65ഓളം കുരിശുപള്ളികളുണ്ട് നമുക്ക്. അപ്പോൾ അങ്ങനെയുള്ള ഇവിടങ്ങളിലേക്ക് എത്താനായിട്ട് പലപ്പോഴും ഒരിടത്ത് വർഷത്തിൽ ചിലപ്പോൾ ഒരു 3 പ്രാവശ്യം അല്ലെങ്കിൽ 4 പ്രാവശ്യം മാത്രമാണ് കുർബാന നമുക്ക് ചെല്ലാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അങ്ങനെ ഒരിടത്തേക്ക് മാക്സിമം ഓടി നടന്ന് അവർക്ക് വേണ്ട രീതിയിലെ കുർബാന എത്തിച്ചു കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ കുർബാന അർപ്പിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുന്നതിൽ നമ്മൾ ഒത്തിരി സന്തുഷ്ടരാണ്, വളരെ കൃതാർത്ഥരാണ്. അപ്പോൾ അതിന് ഈശോയോട് നന്ദി പറയുന്നു. എൻ്റെ ആഗ്രഹം സാധിച്ചു തന്നതിന്, ഒരു മിഷണറി ആകണമെന്നുള്ള ഒരാഗ്രഹം ഇവിടെ വരാനായിട്ട് തീർച്ചയായിട്ടും ഞാനൊരു കപ്പൂച്ചിനായതിൽ അഭിമാനിക്കുന്നുണ്ട്. കാരണം നമുക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ ഈ ഒരു രീതിയിൽ സഭയ്ക്കും സമൂഹത്തിനുമായിട്ട്, പ്രത്യേകിച്ച് ഇവിടെ പല ഭാഷകൾ ഞങ്ങളുടെ ഇടവകയിലുണ്ട്. കാസി ഭാഷയുണ്ട്, ഗാരോ ഭാഷയുണ്ട്, കർബിയുണ്ട്. ഞാൻ വളരെ കുറച്ച് മാത്രമാണ് ഇപ്പോൾ മാനേജ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. പക്ഷേ എന്നാലും അതിനുമൊക്കെ അപ്പുറത്താണല്ലോ സ്നേഹത്തിൻ്റെ ഭാഷ എന്ന് പറയുന്നത്. അത് ശരിക്കും നമുക്ക് ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഒത്തിരി അധികം സ്നേഹിക്കപ്പെടുന്നുണ്ട്. അതിലധികം നമുക്ക് സ്നേഹിക്കാനായിട്ട് പറ്റുന്നുണ്ട്. അതിന് വലിയ കൃപ തന്ന ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു. ഇനിയും വർഷങ്ങൾ എനിക്ക് തീർച്ചയായിട്ടും ആഫ്രിക്കയിൽ പോയി വർക്ക് ചെയ്യണമെന്നൊക്കെ ആയിരുന്നു വലിയ ആഗ്രഹം. പക്ഷേ എന്നിരുന്നാലും തമ്പുരാൻ എന്നെ ഇവിടെ എത്തിച്ചു. അതിന് ഒത്തിരി തമ്പുരാനെ നന്ദി പറയുന്നു. അതോടൊപ്പം ഇനിയും മുന്നോട്ടുള്ള ജീവിതത്തിലെ കുറച്ചുകൂടിയൊക്കെ മറ്റുള്ളവരുടെ ജീവിതത്തിന് അർത്ഥം പകരുന്ന, മറ്റുള്ളവർക്ക് ഈശോയെ കൊടുക്കാൻ പറ്റുന്ന ഒരു ജീവിതം നയിക്കാനായിട്ട് പറ്റണമേ എന്നാണ് ആഗ്രഹം. ഞങ്ങൾ നമ്മുടെ വില്ലേജിലെ കുട്ടികളൊക്കെ എക്സെപ്ഷണലായിട്ട് പഠിക്കുന്നവരുണ്ട്, എന്നാലും തന്നെ ആവറേജ് ആയിട്ട് പഠിക്കുന്നവരുണ്ട്. നമ്മളെ കൊണ്ട് പറ്റാവുന്ന സഹായങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. ഇങ്ങനെ വില്ലേജിൽ വരുമ്പോൾ നമ്മൾ പഠിക്കാൻ സഹായിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളൊരു ഹോസ്റ്റൽ നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വില്ലേജുകളിലെ കാത്തലിക്സ് ആയിട്ടുള്ള കുട്ടികളെ തന്നെയാണ് നമ്മുടെ ഹോസ്റ്റലിൽ ഉള്ളത്. ഏകദേശം ഞങ്ങളുടെ ബോയ്സ് ഹോസ്റ്റലിൽ 75ഓളം കുട്ടികളുണ്ട്. 2ാം ക്ലാസ് മുതൽ +2 വരെയുള്ള നമ്മുടെ പാരീഷിലെ വില്ലേജുകളിൽ നിന്നുള്ള ഏകദേശം 75ഓളം കുട്ടികളുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പാരീഷിലുള്ള സിസ്റ്റേഴ്സ് ഒരു ബോർഡിംഗ് നടത്തുന്നുണ്ട്. അവിടെ ഏകദേശം 100ഓളം പെൺകുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ അതോടൊപ്പം ഞങ്ങളിവിടെ ഒരു സ്കൂൾ നടത്തുന്നുണ്ട്. വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും ഞങ്ങൾ ഒത്തിരിയേറെ സഹായങ്ങൾ ഇങ്ങനെ ഒരു മിനിസ്ട്രി എന്ന രീതിയിൽ പാവപ്പെട്ട കുട്ടികളെ പ്രത്യേകം പരിഗണന കൊടുത്ത് പഠിപ്പിക്കാനായിട്ട് ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. ഞാനിവിടെ 2023 ജൂണിലാണ് വരുന്നത്. എൻ്റെ പട്ടം കഴിഞ്ഞിട്ട് ഏകദേശം 5 മാസമായുള്ളൂ. അപ്പോൾ ഒരു 5 മാസക്കാലം ഞാനൊരു ഇടവകയിൽ സേവനം ചെയ്തിരുന്നു. പക്ഷേ ഇവിടെ അത് നല്ലൊരു അനുഭവമായിരുന്നു. അതിനുശേഷമാണ് ഞാൻ ഇവിടേക്ക് വരുന്നത്. ഇവിടെ വന്നതിന് ശേഷം വളരെ നല്ല രീതിയിൽ പോവുകയാണ്. എനിക്ക് തോന്നിയ വലിയൊരു കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിൽ നമുക്ക് എല്ലാ ദിവസവും തന്നെ കുർബാനയുണ്ട്. ഞായറാഴ്ചകളിൽ പല കുർബാനകളുണ്ട്. നമുക്ക് ബലിയർപ്പണത്തിൽ പങ്കുചേരാനായിട്ടുള്ള ഒത്തിരി അവസരങ്ങൾ നമുക്ക് നാട്ടിൽ കിട്ടുന്നുണ്ട്. പക്ഷേ അത് ഇവിടെയുള്ളവർക്ക് ലഭിക്കുന്നില്ല. കാരണം അച്ഛന്മാർ വളരെ കുറവാണ്.
അതുകൂടെ നമുക്ക് എത്തിപ്പെടാനായിട്ട് ഞാനിപ്പോൾ ഉള്ള ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ 3 അച്ഛന്മാർ മാത്രമാണുള്ളത്. അപ്പോൾ അതോളം 65 കുരിശുപള്ളികളുണ്ട്. അപ്പോൾ ഇവിടേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് വളരെ, കാരണം നല്ല ദൂരമുണ്ട്, എത്തിപ്പെടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എങ്ങനെ എല്ലായിടത്തും മാക്സിമം കുർബാന കൊടുക്കാം, അതുകൊണ്ട് മാക്സിമം ഞങ്ങൾ ഓട്ടത്തിലായിരുന്നു. എല്ലാ ദിവസവും തന്നെ പറ്റാവുന്നത്ര രീതിയിൽ ഓടി നടന്ന് കുർബാന അർപ്പിക്കാനായിട്ട്, ആളുകൾക്ക് ഈശോയെ കൊടുക്കാനായിട്ട് ഞങ്ങൾ ഒത്തിരി ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മിക്കവാറും വില്ലേജിൽ പോകാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും ഞാൻ നഷ്ടപ്പെടുത്തി കളയാറില്ല. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു വലിയ കാര്യം, നമുക്ക് നാട്ടിൽ കിട്ടുന്ന ആ ഒരു വിശുദ്ധ കുർബാനയുടെ അവസരങ്ങൾ നമുക്ക് ഇവിടെ കിട്ടുന്നില്ല. കാരണം അതിന് നമ്മൾ വൈദികർ ഇവിടെ ഒത്തിരിയേറെ കുറവാണ്. അപ്പോൾ ആ ഒരു താല്പര്യമുള്ള മിഷണറി ജീവിതം ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ഇങ്ങോട്ടേക്ക് വരണമെന്നും കൂടുതൽ സേവനം ചെയ്യണമെന്നും ഒക്കെ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ഇവിടുത്തെ വീടുകളൊക്കെ ശ്രദ്ധിച്ചു കാണും. ഇത് മുളകൾ കൊണ്ടാണ് ഇവർ സാധാരണയായിട്ട് വീടുകൾ ഉണ്ടാക്കുന്നത്. മുളകൾ ഇത് കണ്ടോ, മുളകൾ ഇങ്ങനെ വെട്ടിയുണ്ടാക്കി. കാരണം മുളകൾ ഇവിടെ ഒത്തിരി സുലഭമാണ്. നമ്മുടെ കാടുകളിൽ ഇഷ്ടംപോലെ മുളകൾ നമുക്ക് കിട്ടും. അവരത് കാട്ടിൽ പോയി മുളകൾ വെട്ടിയെടുത്ത് അവർ ഇതേപോലെ ചീകി പീസുകളാക്കിയിട്ട് അവർ ഇങ്ങനെ വീടുകൾ ഉണ്ടാക്കിയാണ് ചെയ്യുന്നത്. ഇത് വർഷങ്ങൾ നിൽക്കുന്നുണ്ട്. അതിനുശേഷം ഇതിൻ്റെ കാലാവധി തീരുമ്പോഴത്തേക്കും അവർ വീണ്ടും അത് കാട്ടിൽ പോയി വെട്ടി വീണ്ടും മുള വെട്ടി അവർ വീണ്ടും ഉണ്ടാക്കിയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇത് മെഴുകുകയാണ് ചെയ്യുന്നത്. മണ്ണുകൊണ്ട് മെഴുകി വീട് തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഇവരുടെ വീടാണിത്. ഇവരിതിങ്ങനെ ഉണ്ടാക്കി പുതിയ വീടിന് വേണ്ടി പുതിയതായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഇവർ ഉണ്ടാക്കിയിരിക്കുന്നതാണിത്. ഇതിവരുടെ കിച്ചണാണ്. കാരണം സാധാരണയായിട്ട് ഇവിടെ ആളുകൾ ഇങ്ങനെയുള്ള വീടുകളിൽ കിച്ചൺ അവർ സെപ്പറേറ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. സെപ്പറേറ്റ് ഒരു റൂം പുറത്തായിട്ടാണ് അവർ കിച്ചൺ ഉണ്ടാക്കുന്നത്. നമ്മളെ പോലത്തെ വീടുകളല്ല. അതോടൊപ്പം തന്നെ ബെഡ്റൂമുകൾ, ലിവിങ് റൂമായിട്ട് അവർ വേറൊരു സെപ്പറേറ്റ് മുള കൊണ്ട് തന്നെ കെട്ടി ഉണ്ടാക്കി വേറൊരു വീടായിരിക്കും. അപ്പോൾ രണ്ട് ഭാഗത്തായിരിക്കും. ഇവിടെ തന്നെ കിച്ചൺ ഒരു ഭാഗത്തും വീട് മറ്റൊരു ഭാഗത്തുമായിട്ടാണ് അവർ സാധാരണമായിട്ട് ഉണ്ടാക്കുന്നത്. ഇതാണ് ഇവരുടെ സിമ്പിളായിട്ടുള്ള വളരെ സിമ്പിളായിട്ട് തന്നെ ഇവർ ഉണ്ടാക്കിയിരിക്കുന്ന ഇവരുടെ കിച്ചൺ എന്ന് പറയുന്നത്. ഇതാണ് ഇവരുടെ അടുപ്പ്. ഇവരിങ്ങനെ നിലത്താണ് അടുപ്പ്, മണ്ണുകൊണ്ട് തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന അടുപ്പ് ഇവരുണ്ടാക്കിയിരിക്കുന്നു. പിന്നെ പ്രത്യേകമായിട്ട് ഇവർ 3 നേരവും ഇവർ ചോറാണ് ഭക്ഷിക്കുന്നത്. ഇവരുടെ മെയിനായിട്ടും അരി സുലഭം, ഇവർ നെൽകൃഷി ചെയ്യുന്നത് കൊണ്ട് ഇവർ എല്ലാവരും തന്നെ 3 നേരവും ചോറ് ഭക്ഷിക്കുന്നവരാണ്. തണുപ്പ് കാലമാകുമ്പോഴത്തേക്കും ഇവർ വീടിന് തീയൊക്കെ കൂട്ടി ഇങ്ങനെ ചൂട് കായാനായിട്ട് ഇരിക്കുന്നുണ്ട്. ഇവിടെ കോമൺ ആണ്. കാരണം ഈ സമയത്ത് ഓൾറെഡി നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ഒക്കെ നല്ല തണുപ്പിൻ്റെ കാലഘട്ടമാണ്. അപ്പോൾ ഈ സമയത്ത് ഇവരിങ്ങനെ തീയൊക്കെ കൂട്ടി നല്ല ചൂട് കായുന്നവരാണ്. നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട് അന്നത്തെ ആഹാരത്തിന് വേണ്ടി അധ്വാനിക്കുക എന്ന്. തീർച്ചയായിട്ടും ഇവിടെയുള്ള ആളുകൾ അങ്ങനെയുള്ളവരാണ്. ഭാവിയിലേക്ക് അങ്ങനെ നാളത്തെക്കുറിച്ച് അറിയാതെ ഓരോ ദിവസവും എന്ത് കഴിക്കണമെന്നുള്ളതിനെക്കുറിച്ച് തന്നെ അങ്ങനെ അധ്വാനിച്ച് ജീവിക്കുന്നവരാണ്. പ്രത്യേകിച്ച് ഭാവിയെക്കുറിച്ച് അവർ അങ്കലാപ്പില്ല എന്നല്ല, എന്നാലും അവർ ദൈവത്തിൽ ആശ്രയിക്കുന്നുണ്ട്. സാധാരണക്കാരായ ആളുകൾക്ക് അവർക്ക് ദൈവമാണ് അവരുടെ ബലമെന്ന് പറയുന്നത്. അതുകൊണ്ട് അവരത്രമാത്രം ഈശോയിൽ ആശ്രയിച്ചുകൊണ്ട് തന്നെ അവർക്ക് ഉള്ളതിൻ്റെ തീർച്ചയായിട്ടും എനിക്ക് വളരെ അത്ഭുതങ്ങൾ തോന്നിയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ കുർബാനയ്ക്ക് പോകുമ്പോൾ പലപ്പോഴും എനിക്ക് കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. ഒന്നുമില്ലാത്ത ആളുകൾ അവരുടെ പറമ്പിലുണ്ടായ സാധനങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് കാഴ്ചവെക്കുന്നത് കുർബാന. അവർ ഈശോയ്ക്കെന്നുള്ള രീതിയിൽ അവർക്ക് അവരുടെ വീട്ടിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ചിലപ്പോൾ അവർക്ക് ഉണ്ടാവില്ല, എന്നാലും അവർക്കുള്ളത് പോലും ഞങ്ങൾക്ക് കൊണ്ടു തരികയാണ്. തീർച്ചയായിട്ടും അത് എൻ്റെ കണ്ണ് പലപ്പോഴും എൻ്റെ കണ്ണ് നനയിച്ചിട്ടുണ്ട്. അപ്പം അത്രമാത്രം അവർ ദൈവത്തിൽ ആശ്രയിക്കുന്നുണ്ട്. ഈശോ തീർച്ചയായിട്ടും എനിക്ക് ഒത്തിരി വിശ്വാസമുണ്ട്. ഈശോ ഇവരുടെ ദൈവരാജ്യം നമ്മുടെ ഇടയിൽ വന്നു കഴിഞ്ഞു എന്നാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ദൈവരാജ്യം ഇവിടെയുണ്ട്. ഇവരുടെ ഈ ആളുകൾക്കിടയിൽ ഈശോ വസിക്കുന്നുണ്ട് എന്ന് തന്നെ ഞാൻ വളരെ കൃത്യമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഇവിടുത്തെ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം, നമ്മൾ ഏത് വില്ലേജിൽ പോയാലും നമുക്ക് കൂട്ടിന് ഇഷ്ടംപോലെ കുട്ടികളാണ് നമുക്കുള്ളത്. ദൈവം അവർക്ക് ഒത്തിരി സന്താനങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുട്ടികൾ ഉണ്ടാകുന്നതിൽ അവർ
കുട്ടികളെ തടയുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒത്തിരി കുട്ടികൾ അവർക്ക് ഉണ്ടാകുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കതിന് യാതൊരു ബുദ്ധിമുട്ടില്ല. എന്ന് വെച്ചാൽ പൈസ ഇല്ലാഞ്ഞിട്ട് കൂടി ഇവർക്ക് ധനമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇവർ കുട്ടികളെ വളർത്താനായിട്ട്, കുട്ടികളെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഇവർ കാണിക്കുന്ന ഒരു വലിയ മനസ്സുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ പശ്ചാത്തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ വലിയ അത്ഭുതമായിട്ട് ചില വീടുകളിൽ ഇപ്പോഴും 8, 9, 10 കുട്ടികളായിട്ട് കുഞ്ഞു കുട്ടികൾ നമ്മൾ ചെല്ലുമ്പോൾ വില്ലേജിൽ കാണാം. ഇത് നമുക്ക് വലിയൊരു വില്ലേജാണ്. ഒരു 100ഓളം കുടുംബങ്ങളുണ്ട്. പക്ഷേ കുർബാനയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഈ പള്ളി നിറച്ച് കുട്ടികളാണ്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് വലിയ ഒരു സന്തോഷമാണ് നമുക്കുള്ളത്. ഇത് ഒരു വില്ലേജാണ്. ഈ വില്ലേജിൽ ഇങ്ങനെയുള്ള ചെറിയ കടകളാണുള്ളത്. അപ്പോൾ ഇവിടെ സാധനം മേടിക്കാനൊക്കെ അല്ലെങ്കിൽ കുറേ ദൂരം ഇവർ യാത്ര ചെയ്യണം. അതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ ചെറിയ ചെറിയ കടകളൊക്കെ ഇവർ തന്നെ ഇങ്ങനെ തുടങ്ങി അങ്ങനെയാണ് ചിലർ ജീവിച്ചു പോകുന്നത്. വേണ്ട ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നമുക്ക് വില്ലേജുകളിൽ തന്നെ കിട്ടും. അല്ലെങ്കിൽ വലിയ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഇവർ അതോടൊപ്പം തന്നെ വെള്ളിയാഴ്ചകളിൽ നമ്മുടെ അതിർത്തിയിൽ ഒരു മാർക്കറ്റ് ഡേ എന്നുള്ള രീതിയിൽ നടക്കാറുണ്ട്. അപ്പോൾ എല്ലാവിധ സാധനങ്ങളും തന്നെ കിട്ടാറുണ്ട്. ഇവർ തന്നെ ഇപ്പം കേട്ടിട്ടുണ്ടാവും സ്ത്രീകൾ നടത്തുന്ന മാർക്കറ്റ്, അങ്ങനെ ചന്തകൾ, ഒത്തിരിയേറെ സ്ത്രീകൾ. ഇതൊരു മാട്രിയാർക്കൽ സൊസൈറ്റിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ലൈഫ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഒത്തിരി സ്ത്രീകൾ ജോലിക്ക് മുൻധാരയിലേക്ക് കടന്നു വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങളിപ്പോൾ കണ്ടു കാണും ഇവിടുത്തെ ജീവിത രീതികളും ഇവിടുത്തെ ആളുകളും അവരുടെ ജീവിത ശൈലിയും സ്നേഹവും ഒക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ ഈ മിഷണറി ജീവിതം തുടർന്നുകൊണ്ട് പോകാൻ തന്നെ ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങളെല്ലാവരും തന്നെ. അത്രമാത്രം സ്നേഹം കിട്ടുന്നുണ്ട്, സ്നേഹം കൊടുക്കാൻ സാധിക്കുന്നുണ്ട്, ഈശോയെ കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ജീവിതം, ഈ ഒരു മിഷണറി ജീവിതം ഇവിടെ തുടരാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ജീവിത രീതിയിലേക്ക് മിഷൻ പ്രവർത്തനത്തിന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഈ മേഖലയിലേക്ക് വരിക. കാരണം നമുക്ക് ഒത്തിരിയേറെ ഇനിയും ഈശോയ്ക്ക് വേണ്ടി ചെയ്യാനുണ്ട്. കാരണം ഈശോ പറഞ്ഞ അതാണ്, വിളവധികം വേലക്കാരോ ചുരുക്കം. അതിനാൽ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് ഒത്തിരിയേറെ ആവശ്യമുണ്ട്. ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളും പരിമിതികളും ഒക്കെ ഞങ്ങൾക്കുണ്ട്. പക്ഷേ അതൊക്കെ തരണം ചെയ്തുകൊണ്ട് ഈശോയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഉണ്ടാകണമേ എന്ന് അപേക്ഷിക്കുന്നു.